ഭാരതം 80ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ സംസ്ഥാന തലസ്ഥാനങ്ങളിലും അതിർത്തി മേഖലകളിലും ആഘോഷങ്ങൾ അലതല്ലി. വിവിധ സംസ്ഥാനങ്ങളിൽ സാംസ്കാരിക പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. 3 സേനാ വിഭാഗങ്ങൾക്ക് പുറമെ BSF, ITBP ഉൾപ്പെടെയുള്ള സായുധ സേനകൾ അതിർത്തികളിൽ പ്രൗഢഗംഭീരമായ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വാർത്തയിലേക്ക്. രാജ്യവ്യാപകമായി ആവേശകരമായ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളാണ് നടന്നത്. അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും ദേശീയ പതാക ഉയർത്തുകയും സായുധ സേനാ വിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ മുംബൈയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും പോലീസിന്റെയും സായുധ സേനകളുടെയും അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തോടൊപ്പം പാഴ്സി പുതുവർഷമായ നവറോസ് കൂടി വന്നതോടെ സംസ്ഥാനത്ത് ആഘോഷാന്തരീക്ഷം ഇരട്ടിയായി. തമിഴ്നാട്ടിൽ ചെന്നൈ ഫോർട്ട് സെന്റ് ജോർജിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തി. മദ്രാസ് ഹൈക്കോടതിയിലും മറ്റ് അനുബന്ധ കേന്ദ്രങ്ങളിലും പുതുക്കിയ പ്രോട്ടോകോൾ പ്രകാരം തമിഴ് തായ് വാഴ്ത്ത് സംസ്ഥാന ഗാനത്തിന് ശേഷം ദേശീയ ഗീതമായ വന്ദേ മാതരവും ആലപിച്ചാണ് സ്വാതന്ത്ര്യദിനം കൊണ്ടാടിയത്. അതിർത്തി പ്രദേശങ്ങളിൽ ഭാരതത്തിന്റെ കാവലാളുകളായ BSF, ITBP ജവാന്മാർ -ഡിഗ്രി തണുപ്പിലും ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം അർപ്പിച്ചു. വാഗ അട്ടാരി അതിർത്തിയിലും ജമ്മു കാശ്മീരിലെ ഭാരത പാക് അതിർത്തിയിലും സുരക്ഷാ സേനകൾ മധുര പലഹാരങ്ങൾ പങ്കുവച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യം വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ പോലീസിനൊപ്പം NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകളും അണിനിരുന്ന പരേഡുകൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. തീരദേശ സംസ്ഥാനങ്ങളിൽ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും കടലിലും തീരപ്രദേശങ്ങളിലും ദേശീയ പതാക ഏന്തി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി. ജനം, ഡൽഹി.